വെള്ളം ഇല്ലാന്നാണ് പറയുന്നത്. ഇതാ യെസ് യെസ് ചോദ്യം. ഇലക്ഷൻ ആയപ്പോ 4 പൈപ്പ് കൊണ്ട് ഇട്ടു, അത്രേ ഉള്ളൂ, അല്ല ഒരു പണി നടന്നിട്ടില്ല. ഓക്കെ അതാ പറയുന്നത്. യെസ് പറയേണ്ടവർ പറ. യെസ് ഓക്കെ. ആ എവിടാ വെള്ളം കൊടുത്ത പള്ളിപ്പാട്ട്? അത് UDF പറയാതെ എവിടെ വെള്ളം കൊടുത്തു? ചോദ്യം കഴിഞ്ഞോ? മനസ്സിലായില്ല, പറഞ്ഞത് കേട്ടില്ല. ദീപു, ഇവിടെ ചോദ്യം കേട്ടില്ല, എന്തോ പറഞ്ഞു. ഇന്നലെ ഈ പറഞ്ഞ വാട്ടർ ടാങ്ക് ഞാനും പ്രിയപ്പെട്ട വചസ്പതിയും കൂടെ പോയി കണ്ടിരുന്നു. അങ്ങ് അവിടെ പോയിട്ട് കാലങ്ങളായി കാണും. ഇപ്പോ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ അങ്ങേക്ക്? കേൾക്കാൻ പറ്റുന്നില്ല പറയുന്നത്. ഇന്നലെ ഞാനും പ്രിയപ്പെട്ട സന്ദീപ് വചസ്പതിയും കൂടെ ഈ വാട്ടർ ടാങ്ക് പോയി സന്ദർശിച്ചിരുന്നു. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ അങ്ങേക്ക്? അത് തീ പിടിച്ച് നാശമായി. ഇനി ഒരു കാലത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മുഴുവൻ പൈപ്പുകളും കത്തി നശിച്ചിരിക്കുക. ശരിയാണോ ദീപു? ാണോ പൈപ്പ് കത്തിച്ചത്? ശരിയാണോ? അല്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട് പോലീസാണ് കേസെടുക്കേണ്ടത്. പോലീസ് നിഷ്ക്രിയമാണ്. പോലീസുകാർ പോലും നാട് നീളെ നടന്ന് അടിമേടിക്കുക. പിന്നെങ്ങനെയാണ് പൈപ്പ് കത്തിച്ചവരെ പിടിക്കുന്നത്? പോലീസുകാർ മറുപടിയില്ല. ഓക്കെ, അടുത്ത ചോദ്യം. യെസ്, മറുപടിയില്ല. നഗരസഭ 5-ാം വാർഡിലെ ഒരു വോട്ടറാണ്. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പ് 5-ാം വാർഡിലെ ഒരു മെയിൻ റോഡ് 50 ലക്ഷം രൂപ മുടക്കി MLAയുടെ വികസന ഫണ്ടിൽ നിന്നും റെഡിയാക്കുമെന്ന് പറഞ്ഞിട്ട് നാളെ ഇതുവരെ ചെയ്തിട്ടില്ല. ഏതാണ്ട് 1 വർഷം ആയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫ്ലക്സ് 5-ഓ 6-ഓ 2 സൈഡിലും വെച്ച് അത് തന്നെ സംസാരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്താണ് ഇവിടെ ഇത്രയും വികസന മുരടിപ്പിന് കാരണമെന്നുള്ളത് UDFന്റെ പ്രതിനിധി ഒന്ന് പറയണം. വെള്ളമില്ല, റോഡില്ല. യെസ്, ഓക്കെ. അദ്ദേഹം അല്ല, ഇപ്പൊ പറഞ്ഞ സുഹൃത്ത് ഇപ്പം പറഞ്ഞത് റോഡിന്റെ എന്തോ പ്രശ്നമാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാം. രമേശ് ചെന്നിത്തല ഹരിപ്പാട് കൊണ്ടുവന്ന റോഡുകൾ, ആദ്യം പാലങ്ങൾ, കുമാരകോടി പാലം, കൊപ്പാറക്കടവ് പാലം, ചെറുതന പാലം, പറയാം സുഹൃത്തെ, ഒരു സംസ്ഥാനം എന്താ, വലിയഴീക്കൽ പാലം, പെരുമാങ്കര പാലം അടക്കമുള്ള പാലങ്ങൾ, അതോടൊപ്പം തന്നെ PWD റോഡുകൾ, ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ PWD റോഡുകളും അദ്ദേഹം ചെയ്തു. പിന്നീടൊരു കാര്യമുണ്ട്, MLA ഇവിടെ ഫണ്ട് കൊണ്ടുവന്ന റോഡ് കൊണ്ടുവരുമ്പോൾ കോൺട്രാക്ടർമാർ ഏറ്റെടുക്കാനില്ല. കാരണം കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ കേരളത്തിന്റെ ഖജനാവിൽ പൂട്ട വെട്ടി കിടക്കുക. കേരളത്തിന്റെ ഖജനാവിൽ പൂട്ടയാണ്, പണമില്ല, പട്ടി വെട്ടി കിടക്കുകയാണ് ഖജനാവിൽ. പിന്നെങ്ങനെ കോൺട്രാക്ടർമാർ വർക്ക് ഏറ്റെടുക്കും? പലരും ആത്മഹത്യയുടെ വക്കീലാണ്. ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ഒരു വിഷയത്തിൽ ഒരു നിലപാട്, ലക്ഷക്കണക്കിന് രൂപ പലിശക്കെടുത്ത് റോഡ് നിർമ്മിച്ച കോൺട്രാക്ടർമാർ പണം ലഭിക്കാതെ ആത്മഹത്യയുടെ വക്കീലാണ്. പണമില്ല സർക്കാരിന്റെ കയ്യിൽ. റോഡിന്റെ വികസനം അടുത്ത ചോദ്യം. പ്രാദേശികമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ചേട്ടാ, ഒറ്റ മിനിറ്റ് ഒന്ന് ചോദിക്കട്ടെ പ്ലീസ്. വരാം, താങ്കളിലേക്ക് വരാം. നമ്മുടെ പ്രിയപ്പെട്ട UDFന്റെ പ്രതിനിധിയോടാണ്. അദ്ദേഹം സംസാരിച്ചപ്പോൾ പറയുന്നത് കേട്ടു, നമ്മുടെ ജില്ലയിൽ വികസനം നടന്ന ഏക മണ്ഡലം ഹരിപ്പാട് മണ്ഡലമാണെന്ന്. എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട ദീപു ചേട്ടൻ ഈ ഹരിപ്പാട് വിട്ടെങ്ങും പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അടുത്ത ഈ ഹരിപ്പാട് മണ്ഡലം വിട്ടുള്ള കായംകുളമോ മാവേലിക്കരയോ ചെങ്ങന്നൂരോ അമ്പലപ്പുഴയോ മണ്ഡലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാം കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പറയുന്ന തിളങ്ങുന്ന റോഡുകൾ കൂടി നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞു ഈ ഖജനാവിൽ പൂച്ച വെട്ടി കിടക്കുക എന്ന് പറഞ്ഞു. ഇവിടുത്തെ ഹരിപ്പാട് MLA നാട് നീളം നടന്ന് ഫ്ലെക്സ് വെച്ചോണ്ടല്ലോ കിഫ്ബി ഫണ്ട് ഫണ്ട് അനുവദിച്ചു, ഇത് നടപ്പാക്കി, അത് നടപ്പാക്കി, മറ്റേ നടപ്പാക്കി എന്ന് പറഞ്ഞ്. അപ്പൊ ഈ പറയുന്ന പൂച്ച വെട്ടി നടക്കുന്ന ഖജനാവിൽ നിന്നാണോ ഈ പൈസ എല്ലാം ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത്? പിന്നെ 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 ഒന്ന് പറയാനുള്ളത്, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പള്ളിപ്പാട് കുടിവെള്ള പദ്ധതിയെ പറ്റി പറയുന്നുണ്ട്. കഴിഞ്ഞ ഇദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടം മുതൽ പണി നടക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ആ ബിൽഡിംഗ് അല്ലാതെ ഇതുവരെ ഒരു പൈപ്പ് ഇടാൻ പോലും കഴിയാത്ത ഒരു ജനപ്രതിനിധിയാണ് ഈ ഹരിപ്പാട് MLA. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്, മറ്റേ എന്താ
നമ്മുടെ ഫയർഫോഴ്സിനെ കൊണ്ടുവന്ന കാര്യം. ആ ഫയർഫോഴ്സിനെ കൊണ്ടുവന്ന് എന്തിനാന്ന് മുമ്പേ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആ പൈപ്പ് കത്തിയപ്പോ കെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഈ പറഞ്ഞ ഫയർഫോഴ്സിനെ ഇവിടെ യൂണിറ്റ് ഇവിടെ കൊണ്ടുവന്നത്. ആ പൈപ്പ് കത്തിച്ചതിന് പിന്നിലും ഗൂഢാലോചനയുണ്ട്. നേരത്തെ പറഞ്ഞുണ്ട് കോടതി ഇടപെട്ടിട്ടാണ് ആ കുടിവെള്ള പദ്ധതി മുന്നോട്ട് പോകാൻ വേണ്ടി കോടതിയുടെ ഓർഡർ പ്രകാരം നടത്തിയത്. പക്ഷേ അതിനു മുമ്പായിട്ട് ആ ഓർഡർ വന്ന തൊട്ടടുത്ത ദിവസം ഈ പൈപ്പ് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഹരിപ്പാട് MLA എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി ഈ നാട്ടുകാർക്ക് കാണണമെങ്കിൽ എല്ലാ ശനിയും ഞായറും ആകണം. ആ ശനി ഞായറും ആണെങ്കിലോ ഈ പറയുന്ന വെള്ളവസ്ത്രധാരികളുടെ ഇടയ്ക്ക് നമ്മൾ ഇടിയിട്ടാൽ മാത്രമേ അദ്ദേഹത്തിന് കാണാൻ കഴിയത്തുള്ളൂ. ഹരിപ്പാടിന് കാണാൻ കിട്ടാത്തൊരു MLA ആണ് രമേശ് ചെന്നിത്തല. ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്. ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല സുഹൃത്തെ സംസാരിക്കാൻ അവസരം ഒരു മിനിറ്റ്. ചോദ്യത്തിന് മറുപടി തരട്ടെ, അതിനുശേഷം വരും. ഇപ്പം ബഹുമാനപ്പെട്ട സുഹൃത്ത് രമേശ് ചെന്നിത്തല ശനിയും ഞായറും മാത്രമേ ഹരിപ്പാട്ടുള്ളൂ എന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തല കേരളത്തിൽ മാത്രമുള്ള CPM-നെ പോലുള്ള ഒരു പ്രാദേശിക പാർട്ടിയുടെ നേതാവല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒട്ടേറെ തിരക്കുകളും ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം. ആഭ്യന്തരമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. നാളെ കേരളത്തിന്റെ ഭരണം നിയന്ത്രിക്കാൻ പോകുന്ന നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ശനിയും ഞായറും മതി. ഈ ഹരിപ്പാട്ട് ജനങ്ങളുടെ മനസ്സിൽ ശ്രീ ചെന്നിത്തലയുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കാണാം. അടുത്ത ചോദ്യം. പ്രാദേശികമായിട്ടുള്ള ഒരു വിഷയം അതേ ഒന്ന് ചോദിച്ചു. പ്രാദേശികമായിട്ട്